ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഭാവിയിൽ നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാകുമോ, അവരുടെ കൂടെ നിങ്ങൾക്കൊരു ലൈഫ് ഉണ്ടാകുമോ, ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം എന്താണ്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. അതുപോലെ ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതായിരിക്കും. പിന്നെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ ആഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് ഇതൊക്കെയാണ്. ആദ്യം തന്നെ പറയാം, ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജി വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ടുണ്ടാകുക, അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുണ്ടാകുക, ഓർ നിങ്ങളോട് അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല, നിങ്ങളോട് വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല, പഴയ സ്നേഹമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ എന്തൊക്കെ തന്നെ ആയിട്ടുണ്ടെങ്കിലും ഒന്ന് മനസ്സിലാക്കുക, ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു തേർഡ് പാർട്ടിയുടെ കാര്യം ഉറപ്പിച്ച് പറയാം. കാര്യം ഇവിടെ 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, അതേപോലെ 3 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ഹൈ പ്രീസ്റ്റസ് കാർഡ് വന്നിട്ടുണ്ട്. കൺഫേം ആയിട്ട് പിന്നെ നമുക്ക് അതേ കാർഡ്സ് തന്നെ കിട്ടിയിട്ടുണ്ട്, 3 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അവസാനം അറ്റ് എൻഡ് എന്താണ് സംഭവിക്കുക. ഓക്കെ, ഫൈനൽ ആയിട്ട് ഇവിടെ വന്നിട്ടുള്ള കാർഡുകൾ ദ ലവേഴ്സ് കാർഡും അതുപോലെ സൺ കാർഡും വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ ഉറപ്പായിട്ടും ഒരു ലൈഫുണ്ട്. ഈ പേഴ്സണും നിങ്ങളും തമ്മിൽ ഒന്നിക്കും. എന്തായാലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറി അവർ പൂർണ്ണമായിട്ട് നിങ്ങളെ മനസ്സിലാക്കി വരുന്ന ഒരു ഡിവൈൻ ടൈം ഉണ്ട്. ഇത് ഞാനിവിടെ പറയാൻ കാരണം 2 ഓഫ് കപ്സ് ഇവിടെ എഗെയിൻ ആൻഡ് എഗെയിൻ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരിക്കാം, സോൾമേറ്റ് ആയിരിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ എന്തൊക്കെ സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിലും, നിങ്ങൾ എത്ര വലിയ ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിലും, ഞാനിതിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാകും ഒരിക്കലുമില്ല നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാകില്ല, കാരണം ആ പേഴ്സൺ വേറെ പോയി എന്നുള്ളത് നിങ്ങൾ കരുതുന്നുണ്ടാകും. ഇല്ല, ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ ആണ്, അത് പെർമനന്റ് അല്ല. ഈ ഒരു സിറ്റുവേഷൻ മാറിയിട്ട് നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന, തേർഡ് പാർട്ടി റിമൂവ് ആയി പോയി നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഒരവസ്ഥ വരും. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ അത് സാധിക്കാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള കർമ്മകൾ നിങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു പേഴ്സണുമായിട്ടുള്ള കണക്ഷൻ നിങ്ങൾക്ക് കിട്ടാത്തത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എന്താണ് ഇങ്ങനെ നടക്കുന്നത്, എന്താണ് നിങ്ങൾ വളരെ വിഷമിച്ച് വളരെ വേദനിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. 3 ഓഫ് സോർഡ്സ് ഉണ്ട് ഇവിടെ, ഹൃദയവേദന എടുത്ത് കരഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. ഓക്കെ, ഇത് നിങ്ങൾ വളരെ ഒറ്റപ്പെട്ടതായിട്ട്, നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഉറക്കമില്ലാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. ഈ ഒരു സിറ്റുവേഷനൊക്കെ കൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്ട് ആകാത്തത്. ഓക്കെ, നിങ്ങളിപ്പോൾ ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ട ഒരു ടൈമാണ്. ഈ ഒരു ഹീലിംഗ് പ്രോസസ്സ് എൻഡ് ആകുമ്പോഴാണ് ഈ പേഴ്സൺ പൂർണ്ണമായിട്ട് നിങ്ങളിലേക്ക്, നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ വിചാരിച്ചതുപോലെയുള്ള ഒരു സ്നേഹവുമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ഹീലിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളടുത്ത് പറയുന്ന ഒരു കാര്യം, ദ എംപ്രസ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുക. അതായത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് റെസ്പെക്ട് ചെയ്യുക. നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കാതെ വേറൊരാളുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ അപേക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വില കളയുമ്പോൾ അവിടെ നിങ്ങൾ ഒന്നും അല്ലാതായി പോവുകയാണ്. സോ നിങ്ങൾ നിങ്ങളുടെ വില മനസ്സിലാക്കുക, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ്, നമ്മൾ നമ്മളെ തന്നെ അറിയുമ്പോഴാണ് നമ്മളെ എന്തിനാണ് ഡിവൈൻ ജനിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ജനിച്ചിട്ടുള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം മനസ്സിലാക്കി, നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കി നമ്മളുടെ സോളുമായിട്ട് കൂടുതൽ അടുക്കുമ്പോഴാണ് നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നമ്മളിലേക്ക് തന്നെ എത്തുന്നത്.
ഓക്കെ, ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ, ഒരാളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ജീവിക്കൂ എന്നുള്ള തോട്ടൊക്കെ വിട്ട് കളഞ്ഞിട്ട് നമ്മൾ നമ്മളെ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഒരു ബാലൻസിലേക്ക് വരും. നമ്മുടെ ആഗ്രഹങ്ങൾ ബാലൻസ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെൽഫ് ലവ് ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ പേജ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഓവർ എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു ലൈഫ് ഉണ്ട് എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഞാൻ പറയുമ്പം നിങ്ങൾ അവരെ തന്നെ പ്രതീക്ഷിച്ചാ വരും, ആ പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കാതെ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഹീലിംഗ് പ്രോസസ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഓവർ എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. ആഗ്രഹങ്ങളെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, പക്ഷെ വെറുതെ ആഗ്രഹിച്ചിരുന്നിട്ട് കാര്യമില്ല. അതിനു വേണ്ടിയിട്ട് അതിനെന്താണോ നിങ്ങൾ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തതയോടെ ചെയ്യുക. അപ്പോഴാണ് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ ലൈഫ് ബാലൻസിലേക്ക് വരിക. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. ഇവിടെ നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെ തളർന്നിരിക്കുന്ന ഒരു എനർജി ഉണ്ട്. ആ പേഴ്സണെ ആലോചിച്ച് സങ്കടപ്പെട്ട് അവരില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻസും എനർജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്തേക്ക് വരണം. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങണം. അപ്പൊ താനെ ആ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. ഓക്കെ, കുറച്ച് കാലതാമസം എടുക്കും. അതിന് കാരണം നിങ്ങൾക്ക് കർമ്മയുണ്ട്. ദ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. ഓക്കെ, കാലചക്രം നിങ്ങൾക്ക് വേണ്ടി തിരിയുന്നതാണ്. പക്ഷെ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും, ഇത് നിങ്ങളിപ്പം ഈ ഒരു കർമ്മ അല്ലെങ്കിൽ ഈ ഒരു ഹീലിംഗ് പ്രോസസ് നിങ്ങൾ നേരിടേണ്ട ഒന്നാണ്. ഓക്കെ, അത് നിങ്ങൾ നേരിടുക തന്നെ ചെയ്യണം. നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മളിലേക്ക് അടുക്കുന്നോ അത് എത്രയും പെട്ടെന്ന് നമ്മളിലേക്ക് വന്നു ചേരും. ഓക്കെ, ദ മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തും അട്രാക്ട് ചെയ്തെടുക്കാൻ പവറുള്ള ആളുകളാണ്. നിങ്ങൾ വിചാരിച്ചത് ലൈഫിലേക്ക് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ നിങ്ങൾ ഈ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് നിങ്ങളിലേക്ക് ഒന്നും എത്താത്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് റെസ്പെക്ട് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുക. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആഗ്രഹങ്ങൾ ബാലൻസിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങളുടെ ലൈഫ് ബാലൻസിലേക്ക് വരുന്നതായിരിക്കും. ആ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളിലേക്കും തിരിച്ചെത്തുക. ഓക്കെ, ഈ ഒരു റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക.